ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ചെമ്മീൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ചെമ്മീൻ കറിയാണ്. അപ്പോൾ ചെമ്മീൻ ചാറ് കറി ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം. ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി മാറ്റി വയ്ക്കുക. ഇനി ഞാൻ ചെമ്മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോകണം. അതിനായിട്ട് ഇച്ചിരി ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ കറി തയ്യാറാക്കാൻ തേങ്ങ വേണം. തേങ്ങ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ ഗ്രേറ്റ് ചെയ്തതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങ ചിരകി എടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് കറിവേപ്പിലയും കുരുമുളകും ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എണ്ണയിലിട്ട് എണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. അതിലേക്ക് പിന്നെ മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ചേർത്തെടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി മിക്സിയുടെ ജാറിലിട്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്തൊന്ന് അരപ്പ് പേസ്റ്റാക്കി എടുത്ത് മാറ്റി വയ്ക്കുക. അതുപോലെ ഒരു പാനിൽ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എണ്ണ കിടുന്നത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. അതിൽ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ കറിക്കുള്ള മസാല പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്തെടുത്ത് ആവശ്യത്തിന് ജാറിൽ ഇച്ചിരിയും കൂടെ വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൂടെ തന്നെ കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഉണ്ടോ എന്നും കൂടെ നോക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ചെമ്മീൻ കറി തയ്യാറായി.